ജൂൺ 1 രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. AD 100 മുതൽ 165 വരെ കാലഘട്ടം. ഗ്രീക്കുകാരായ വിജാതീയ മാതാപിതാക്കളുടെ മകനായി സമറിയായിലെ പുരാതന നഗരമായ സൈക്കൈമിലാണ് AD 100 തത്വചിന്തകനും രക്തസാക്ഷിയുമായ വിശുദ്ധ ജസ്റ്റിൻ്റെ ജനനം. കുട്ടിക്കാലം മുതൽ അറിവ് സമ്പാദിക്കാനുള്ള അഗാധമായ തൃഷ്ണ പ്രകടിപ്പിച്ച ബാലൻ സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും ഭക്തിയും പ്രകടിപ്പിച്ചു. ഗ്രീക്ക് തത്വചിന്തയുടെ വിവിധ സ്കൂളുകളിൽ സ്റ്റോയിക്സ്, അരിസ്റ്റോട്ടിലിയൻ, പൈതഗോറിയൻസ്, പ്ലാറ്റോണിസ്റ്റുകൾ ഉൾപ്പെടുന്ന പഠനരീതികളിൽ ഒന്നിലും സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കുള്ള വഴി വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം നിഗമനം ചെയ്തു. ഒരിക്കൽ നഗരത്തിന് വെളിയിലുള്ള ഏകാന്ത സ്ഥലത്ത് ജസ്റ്റിൻ ചുറ്റി നടക്കുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. അദ്ദേഹം ക്രിസ്ത്യൻ പ്രബോധനത്തിൻ്റെ അടിസ്ഥാന സത്ത വെളിപ്പെടുത്തി. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നും കണ്ടെത്താൻ പറ്റുമെന്ന് ജസ്റ്റിൻ മനസ്സിലാക്കി. എന്നാൽ മറ്റെന്തിനുമുപരിയായി ആ വൃദ്ധൻ പറഞ്ഞു, ദൈവത്തോട് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ യേശു നിങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചത്തിൻ്റെ വാതിലുകൾ തുറക്കും. പ്രാർത്ഥനയിലും സ്നേഹത്തിലും തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും അത് വെളിപ്പെടുത്തി തരുന്ന ദൈവം തന്നെ മനസ്സിലാക്കി തന്നില്ലെങ്കിൽ ആർക്കും സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ 30-ാം വയസ്സിൽ ജസ്റ്റിൻ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. ഈ സമയം മുതൽ വിശുദ്ധ ജസ്റ്റിൻ തൻ്റെ അറിവും കഴിവുകളും തത്വജ്ഞാനവും വിജാതീയ സമൂഹത്തിന് മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി സമർപ്പിച്ചു. റോമൻ സാമ്രാജ്യത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ച് സകലരോടും ധൈര്യസമേതം സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം ഇപ്രകാരം എഴുതി: സത്യം പ്രഖ്യാപിക്കാൻ കഴിവുള്ളവനും പ്രഖ്യാപിക്കാത്തവനും ദൈവത്താൽ കുറ്റം വിധിക്കപ്പെടും. പിന്നീട് അദ്ദേഹം ക്രിസ്ത്യൻ തത്വചിന്ത പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുവാൻ ഒരുക്കുന്നതുമായ ഒരു സ്കൂൾ ആരംഭിച്ച് ക്രിസ്ത്യൻ പാഷണ്ഡികളെ സമൂഹത്തിൽ നിന്നും ഒതുക്കി. 155 അന്റോണിയസ് പയസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം ആരംഭിച്ചപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിനായി വിശുദ്ധ ജസ്റ്റിൻ വ്യക്തിപരമായി ചക്രവർത്തിക്ക് ഒരു അപ്പോളജിയ നൽകി. അപ്പോളജിയയിൽ വെറുപ്പുളവാക്കുന്നവരും അതിക്രമകാരികളുമായ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അന്യായമായി ആരോപിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരായ അപവാദത്തിൻ്റെ വ്യാജം ബോധ്യപ്പെട്ട ചക്രവർത്തി പീഡനം അവസാനിപ്പിച്ചു. ചക്രവർത്തിയുടെ ഉത്തരവിൻ്റെ പകർപ്പുമായി വിശുദ്ധൻ മതപീഡനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഏഷ്യ മൈനറിലേക്ക് പോയി സാമ്രാജ്യത്വ ശാസന എല്ലാവർക്കും നഗരഗ്രാമപ്രദേശങ്ങളിലെമ്പാടും വിതരണം ചെയ്തു. 161 മാർക്കസ് ഔറേലിയസ് അധികാരത്തിലെത്തിയ ഉടനെയാണ് റോമൻ സെനറ്റിനെ അഭിസംബോധന ചെയ്ത് തൻ്റെ 2ാമത്തെ അപ്പോളജിയ എഴുതിയത്. ഇറ്റലിയിലേക്ക് മടങ്ങിയെത്തിയ വിശുദ്ധ ജസ്റ്റിൻ അപ്പസ്തോലന്മാരെ പോലെ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുകയും തൻ്റെ ദിവ്യപ്രചോദിതമായ വാക്കുകളാൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അനേകരെ പരിവർത്തനം ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. റോമിലെത്തിയപ്പോൾ താൻ സംവാദത്തിൽ തോൽപ്പിച്ച അസൂയാലുക്കളായ ക്രസൻഷ്യൻസ് റോമൻ കോടതിയിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ജയിലിൽ അദ്ദേഹം പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. തൻ്റെ 65-ാം വയസ്സിൽ AD 166 വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 8 മുതൽ 10 വരെയും 12-ാമത്തെയും വാക്യം. യവുത്തിക്കോസ് എന്നുപേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഢനിദ്രയിലാണ്ടു. നിദ്രാധീനനായ അവൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അവനെ ചെന്നെടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി. വിചിന്തനം: സത്യങ്ങൾ ഗ്രഹിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നതിന് ഞാൻ സത്യങ്ങൾ ഗ്രഹിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ചർച്ചകളുടെ അടിസ്ഥാന തത്വം. നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനകളെപ്പോലും നിഷ്കാസനം ചെയ്തുകൊണ്ട് എത്രയധികം ചർച്ചകളാണ് TV-യിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ അനന്തമായി നീളുന്നുവെങ്കിലും ഒന്നിനും പരിഹാരം മാത്രമുണ്ടാവുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ചർച്ചകൾ മുഴുവനും? ആ ചർച്ചകൾ കൊണ്ട് ചർച്ച നടത്തുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവാം. എന്നാൽ ആ ചർച്ച കേൾക്കുന്നവന് അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല.
ത്രോവാസിൽ വെച്ച് ആഴ്ചയുടെ ആദ്യ ദിവസമായ ശനിയാഴ്ച അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവരുമായിട്ട് പൗലോസ്ലീഹ ഒരു സംവാദം നടത്തി. സംവാദം ദീർഘമായപ്പോഴാണ് യവുത്തിക്കോസ് എന്ന ചെറുപ്പക്കാരൻ ജനൽപ്പടിയിൽ നിന്നും താഴെ വീണ് മരിക്കുവാനിടയായത്. അവർ നടത്തിയ സംവാദം യേശുക്രിസ്തു ദൈവമാണോ, അവൻ ഇന്നും ജീവിക്കുന്നവനാണോ എന്നുള്ളതായിരുന്നു. അതിനുത്തരമായിട്ട് യേശുക്രിസ്തു ചെയ്ത അതേ അത്ഭുതം, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള വരം പൗലോസ്ലീഹായിലൂടെ ജനം കണ്ട് സാക്ഷ്യം നേടി. അവിടെ കൂടിയ അനേകം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക മാത്രമല്ല, അവരെ ശക്തമായ വിശ്വാസത്തിൽ ഉറപ്പിക്കുക കൂടിയാണ് ആ സംവാദത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണതയിലെത്തിയപ്പോൾ നാം കാണുന്നത്. ഇതായിരിക്കണം ഓരോ സംവാദവും.